ഹലോ, അപ്പോ നമ്മൾ പോണത് പറ. നിനക്കറിയില്ലേ? നയാഗ്ര വാട്ടർഫോൾസിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പോ പോവാ. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ നയാഗ്ര ഫോൾസിലേക്കാണ് പോകുന്നത്. കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എല്ലാവരും പോകുന്ന സ്ഥലമാണ് നയാഗ്ര ഫോൾസ്. പക്ഷേ ഞങ്ങളാണെങ്കിലും ഞങ്ങളിവിടെ വന്നിട്ട് ആരും എങ്ങോട്ടും പോയിട്ടില്ല. എല്ലാവരും ഈ ഒരു കിച്ചണർ വാട്ടറിലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് റീജിയനിലോ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു വണ്ടിയൊക്കെ റെൻറ്റ് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്ത് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം രാവിലെ ഒരു 5 മണിയാകുമ്പോഴേക്കും നമ്മൾ നയാഗ്ര എത്തി. 2 മണിയാകുമ്പോൾ ഇറങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന്. എന്നിട്ട് 5 മണിയാകുമ്പോഴേക്കൊക്കെ എത്തി ഒരു ടിം ഹോട്ടൽസിൽ കയറി ഒരു ടിമ്മൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഇതാണ് നയാഗ്ര ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൈസ് കണ്ടിട്ട് നമുക്കൊരു പരിപ്പുവടയും ചായയും കുടിക്കണം എന്നുള്ളതാണ്. അപ്പം ഇത് അവിടുത്തെ ഒരു സ്കൈലോൺ ടവർ എന്ന് പറഞ്ഞുള്ള ഒരു ടവറാണ്. ഇതിൻ്റെ മുകളിലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി $20 പാർക്കിംഗ് ഫീസ് ഉള്ളത്. $20 പാർക്കിംഗ് ഫീസ് 1 ഡേക്കാണുള്ളത്. അതും കൊടുത്ത് നേരെ സൺറൈസ് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ അപ്പോൾ അത് കുതിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാനഡയിലെ നയാഗ്ര ഫോൾസിലാണ് പോകുന്നത്. കാനഡയുടെ നയാഗ്ര ഫോൾസിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് US ഫോൾസും കാണാം, കാനഡയുടെ ഫോൾസും കാണാം. അങ്ങനെയാണ്. അപ്പോൾ സൺറൈസിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ കറക്റ്റ് എത്തി നേരെ ചായ പരിപ്പുവട സ്കീമിലേക്ക് പോകണം. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് നയാഗ്ര ഫോൾസ്. ഇത് നയാഗ്ര ഫോൾസ് US സൈഡാണ്. അതായത് കാനഡയിൽ നിന്ന് നോക്കുമ്പോൾ US നിന്നും വരുന്ന ഒരു നയാഗ്ര ഫോൾസാണ് ഈ കാണുന്നത്. US ഫോൾസ് ഇപ്പം നേരെ കാണുന്ന ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാനഡയുടെ ഫോൾസ് ആണ്. അപ്പോൾ രണ്ടിനും നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കാനഡയുടെ നയാഗ്ര ഫോൾസ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ പോകുന്നത് ഒരു ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ്. കാരണം ആ ഒരു സൂര്യനും അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പൊ നമ്മള് എവിടെ എത്തി? നയാഗ്രയിലെത്തി. പരിപ്പുവടയും ചായയും നയാഗ്രയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ചായയും അതുപോലെ തന്നെ ഒരു പരിപ്പ് കടി നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ചൈനക്കാരനെ കിട്ടി. പുള്ളിയെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിച്ചു. മാഷാരോ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയെ കൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് പിന്നെ നേരെ അവിടുന്ന് പോയി. ഇപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ കണ്ടിരുന്നത് US ഫോൾസിനാണ് കണ്ടിരുന്നത്. ഇപ്പോൾ കാനഡയുടെ ഫോൾസിനോട് നടക്കുകയാണ്. അപ്പോൾ നമ്മളിത് US ഫോൾസിൽ നിന്നും നേരെ കാനഡയുടെ ഫോൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും വളരെ അടുത്താണ്. കാനഡയുടെ ഫോൾസ് ഒന്നുകൂടി വളരെ വലുതായിട്ട് കാണാം. നമ്മളിങ്ങനെ അടുക്കും തോറും നമ്മുടെ മേത്തിലേക്കൊക്കെ പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ നല്ല പോലെ തെറിക്കുന്നുണ്ട്. മഴ പെയ്യുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് വരിക. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരെ കണ്ടു. ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. ഒരു വീൽ ചെയറിൽ ഒരു സ്കൂട്ടറിൽ വന്ന ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരനെ ഇവിടുത്തെ വിൻ്ററിൽ നയാഗ്ര ഫോൾസിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരായിരുന്നു. കാരണം ഐസാവും വെള്ളം പകുതിയും പിന്നെ അതുപോലെ തന്നെ വെള്ളം തെറിക്കും ഭയങ്കരമായിട്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തരായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടുന്നു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആരെയും സംസാരിക്കാൻ കിട്ടാത്ത കാരണം നമ്മൾ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് സംസാരിച്ച് അങ്ങോട്ട് കൊല്ലും. അപ്പോൾ നൈസായിട്ട് ഒഴിവാകണം വേണം, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും ഇത് അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ തെറിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനാക്കാനും ഒക്കെ വന്നിരിക്കുന്നത് ഒരു വണ്ടിയാണത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ആ ഒരു വെള്ളം ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രിങ്കിൾ അത്ര ഫോഴ്സിലാണ് ആ ഒരു വെള്ളം വരുന്നത് വന്നടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതേ ഫോഴ്സിൽ അത് പൊന്തി അങ്ങനെ വെള്ളമായിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സീകളുകളുണ്ട്. നമ്മളിനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിൽ നമ്മൾ നേരെ ഫോൾസിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് നമുക്ക് കാണാനൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതും നമ്മൾ പോകുന്നുണ്ട്. ഏതാണ്ട് ഒരു $36 ഒരു ബോട്ട് റൈഡ് ഉണ്ട്. അതിലും നമ്മൾ ഇത് കഴിഞ്ഞാൽ പോകുന്നുണ്ട്. അത് 8:30 തുറക്കുള്ളൂ. അപ്പോൾ 8:30 to 9:30 നമ്മൾ ഫസ്റ്റ് സ്ലോട്ടിൽ തന്നെ കയറാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ ഏതാണ്ട് അങ്ങനെ നടന്ന് എത്താറായി. ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് കാനഡയുടെ ഫോൾസിലേക്ക്. ഇപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഇതാണ് കാനഡയുടെ ഫോൾസ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളവിടെ എത്തി. അതിൻ്റെ ഭീകരത നമുക്ക് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം ഏതാണ്ട്. കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും ശക്തിയായിട്ട് വന്നിട്ടാണ് പെയ്യുന്നത്. അത്രയും ഒരു വൈഡ് ലെങ്ത്തിലാണ് ഈ ഒരു സംഭവം, ഒരു ഷേപ്പിലാണ് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർഫോൾ ശരിക്കും ഉള്ളത്. അതുപോലെ ആ ഒരു ഒഴുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭീകരത. അതുപോലെ അവിടുത്തെ സറൗണ്ടിങ്ങിലുള്ള സൗണ്ടുകളും ഒക്കെ ഒടുക്കത്തെ ഭീകരത വരുന്നൊരു അനുഭവം തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാവിലെ തന്നെ വരികയാണ് ഏറ്റവും നല്ലത് തോന്നുന്നു. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല, ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ നയാഗ്ര സിറ്റി ക്രൂസിലേക്കാണ് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബോട്ടിൽ നമുക്ക് നയാഗ്ര ഫോൾസ് തൊട്ടടുത്ത് നിന്ന് കാണാനൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പം $36 മറ്റാണ് വരുന്നത്, $37 വരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 6 ടിക്കറ്റ് എടുത്തു. അതിനുശേഷം
നമ്മളൊരു റാമ്പ് പോലെ ഇങ്ങനെ അടിയിലോട്ട് ഇറങ്ങി പോകണം. അതിനുശേഷം ഒരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിലാണ് നമ്മൾ മൊത്തത്തിലേക്കായിട്ട് അടിയിലേക്ക് പോകുന്നത്. അപ്പോൾ അടിയിലെത്തി ഇനിയിപ്പോൾ നമ്മളെ ബോർഡിങ്ങിലേക്കുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ടിക്കറ്റും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എന്താ വെച്ചാൽ ഇത് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ട് കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് പോയി നിൽക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ബോട്ടിൽ എല്ലാവരും കയറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ഒരുപാട് വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് മേത്തേക്ക് അടിക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു റെഡ് കളറിലൊരു റെയിൻകോട്ട്, നമ്മുടെ നാട്ടിലൊരു റെയിൻകോട്ട് പോലത്തെ സാധനം തരും. വലിയ ഉപകാരമൊന്നുമില്ല. മേത്തേക്ക് എന്തായാലും കുറച്ച് വെള്ളവും പാൻറ്റൊക്കെ ഇട്ടിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും അടിയിലേക്ക് കുറച്ച് വെള്ളം, പിന്നെ വെയിലൊക്കെ ഉള്ളത് കാരണം അതൊന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ ഉണങ്ങി പൊക്കോളും. പിന്നെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി മേത്ത് കുറച്ച് വെള്ളമായാലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ എല്ലാവരും കൂടി നേരെ ഫ്രണ്ട് ഡെക്കിൽ തന്നെ നമ്മൾ പോയി നിന്നു. ഇതാണ് ആ ഒരു വലിയ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുകളിലത്തെ ഡെക്കിൽ, അപ്പർ ഡെക്കിൽ കുറേ പേര് കയറി നിൽക്കുന്നുണ്ട്. ഓൾറെഡി ഞങ്ങൾ കുറച്ച് ലേറ്റായി, കാരണം അവിടെ നിന്ന് നടന്നെത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളിത് ബോട്ട് സ്റ്റാർട്ട് ചെയ്തു, ബോട്ട് ജേണി. അപ്പോൾ ബോട്ട് ജേണിയിൽ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് US ഫോൾസാണ്. അപ്പോൾ ഈ കാണുന്നത് US ഫോൾസാണ്. US ഫോൾസിൽ ആദ്യം കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് കാനഡയുടെ ഫോൾസും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് US കാനഡ ബ്രിഡ്ജ്, അതായത് പീസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന US കാനഡ ബ്രിഡ്ജ് നമുക്ക് കാണിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ബോട്ട് ജേണിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ. അപ്പോൾ ഈ കാണുന്നതാണ് US വാട്ടർഫോൾസ്. നമ്മളിപ്പോൾ പോകുന്ന അതേപോലത്തെ ഒരു ക്രൂയിസ് ആയിട്ടുള്ളൊരു ജേണി അവിടുന്നും ഉണ്ട്. US ആൾക്കാർക്ക് അവിടുന്നും ഉണ്ട്, കാനഡയുടെ ആൾക്കാർക്ക് ഇവിടുന്നും ഉണ്ട്. അങ്ങനെയാണ്. അപ്പം ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ US ആൾക്കാർക്കും നയഗര വരാം, കാനഡയിലുള്ള ആൾക്കാർക്കും നയഗര കാണാം. അത് അങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു സെറ്റപ്പ് ഒന്നുമില്ല. US വാട്ടർഫോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ലെങ്ത്തേ ഉള്ളൂ. പക്ഷേ കാനഡയുടെ വാട്ടർഫോൾസ്, അതായത് നയഗരയുടെ കാനഡ സൈഡ് ഭയങ്കര വലുതാണ്, ഭയങ്കര ഹ്യൂജാണ്. ഇത് ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് നമ്മുടെ ഒരു ആതിരപ്പള്ളി മൂഡ് എന്ന് ഞാൻ പറയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ കാനഡയുടെ നയഗര ഫോൾസ് കുറച്ച് ലെങ്ത്തും വിട്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഷേപ്പൊക്കെ ഉള്ളത് കാരണം ഭയങ്കര വലുതായി തോന്നും. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ വന്നോണ്ടാണോ എന്താണെന്ന് അറിയില്ല, അടിപൊളി ഒരു മഴവില്ല് കണ്ടു. സൂപ്പർ മഴവില്ലായിരുന്നു. അതായത് ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫുൾ മഴവില്ല് നമുക്ക് കാണാൻ പറ്റി. അതെ, അപ്പോൾ പറഞ്ഞ പോലെ പൊന്നപ്പൻ ചേട്ടാ അടിച്ച് കയറി വാ നയഗര ഫോൾസ് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഏതാണ്ട് എത്താറായി നയഗര ഫോൾസിൻ്റെ ആ കറക്റ്റ് നടുവിലേക്ക്, ഒത്ത സെൻറ്ററിലേക്ക് കൊണ്ടുപോയി ആ ബോട്ട് അങ്ങോട്ട് നിർത്തും ഒരു 5-6 മിനിറ്റോളം. ആ സമയത്ത് നമ്മുടെ ഡ്രസ്സും എല്ലാം നമ്മൾ തന്നെ, നമ്മൾ നേരത്തെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാണുന്നൊരു സ്ഥലത്താണ്, ആ മലയുടെ മുകളിലാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കറക്റ്റ് നയഗരയുടെ തൊട്ടടുത്താണ്, അടിയിലാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തൊരു വിഷ്വൽ ബ്യൂട്ടിയാണ്. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതായത് നമുക്ക് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയുക, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിട്ടേൺ പോകണ വഴിക്ക് ഇപ്പോൾ നേരത്തെ ദൂരെ കാണുന്നൊരു പാലല്ലേ, അതാണ് ഞാൻ പറഞ്ഞ US കാനഡ ബോർഡർ ആയിട്ടുള്ള ആ പാലം, അതായത് പീസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ആ പാലം. അതേപോലെ ഇപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് വന്നതാണ് നയഗര ഫോൾസ് കാനഡ സൈഡ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കിടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സീഗൾസ് ഉണ്ടെന്ന്, വെള്ളത്തിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുണ്ടാവും. അപ്പോൾ ഇതാണ് പീസ് ബ്രിഡ്ജ്, US കാനഡ ബോർഡർ. അതുപോലെ തന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ US ബോട്ട്, അതായത് US നിന്നും ക്രൂയിസ് നടത്തുന്ന ബോട്ടാണ്. അതായത് നമുക്കിപ്പോൾ പോകുന്നത് കാനഡ എന്നുള്ള ബോട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ നിക്കോള ടെസ്ല നയഗര ഫോൾസ് US സൈഡിൽ നിന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പീസ് ബ്രിഡ്ജ്, ഇതിൽ നമുക്ക് 2 ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, നമ്മുടെ കാനഡയുടെയും അതുപോലെ തന്നെ US ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സൂം ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ബോട്ട് ജേണി ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ 3 സ്ഥലങ്ങൾ, US നയഗര, അതുപോലെ കാനഡയുടെ നയഗര, പിന്നെ ഈ ഒരു ബ്രിഡ്ജ്, പിന്നെ ഈ ഒരു സീഗളിൻ്റെ പരിപാടി ഒക്കെ കാണാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൻ്റെ അടിയിൽ ഒരുപാട് മീനുകളുണ്ട്, വലിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കരയോട് ഇങ്ങനെ അടുക്കുമ്പോൾ ഒരുപാട് മീനുകൾ, ഈവൻ ചത്ത മീനുകൾ വരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് നമ്മൾ ജേണി ഫിനിഷായി. ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് ട്രിപ്പ് ഫിനിഷായി. അതിനുശേഷം നേരെ പോയി നല്ല വിശപ്പെടുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ സാൻഡ്വിച്ചൊക്കെ പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാൻഡ്വിച്ച് വെച്ച് എല്ലാവരും കഴിച്ച് രാവിലെ തന്നെ ഒരു വിശപ്പൊക്കെ കറ്റി. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. അപ്പോൾ ബീച്ചിലേക്ക് പോകാനായിട്ട് ഏതാണ്ട് ഒരു 56-60 കിലോമീറ്റർ ഉണ്ടായിരുന്നു. സൺസെറ്റ് ബീച്ച് എന്നാണ് ആ ബീച്ചിനെ പറയുന്നത്. ഞങ്ങളുടെ ഫോണൊക്കെ ഒന്ന് ടിമ്മിൽ കയറി അതിന് മുന്നേ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാവരുടെയും ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചാർജ് ചെയ്തു. അതിനുശേഷം നേരെ സൺസെറ്റ് ബീച്ച് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടങ്ങി. സൺസെറ്റ് ബീച്ചിൽ നമ്മൾ ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് 1 മണി 1:30 ആകുമ്പോഴേക്കും എത്തി. ഉച്ചയ്ക്ക് 1:30 എത്തി. അത് കഴിഞ്ഞിട്ട് നല്ല വെയിൽ പ്രതീക്ഷിച്ചിട്ടാണ് പോയി. പക്ഷേ എന്തറിയില്ല, ഭാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല, വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പൈസയൊക്കെ അവിടെ കൊടുത്തു. നമ്മുടെ നാട്ടിൽ
20 രൂപയാണ് നമ്മൾ പാർക്കിങ്ങിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ $20 നമ്മൾ പാർക്കിങ്ങിന് കൊടുക്കുന്നത്. അതായത് 1200 രൂപ. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല, ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. രാവിലെ തന്നെ ആൾക്കാർ സൺബാത്തൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ബീച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് വലിയ രീതിയിലുള്ള ഒരു ബീച്ച് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അതായത് ഒരു ചെറിയൊരു പുഴ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് ആഴല്ല, രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരമാലകളോ അങ്ങനത്തെ ഒരു പരിപാടികളോ ഇല്ല. കൃത്യമായിട്ട് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ പോവാം എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പോകരുത്. ലൈഫ് ഗാർഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബീച്ചാണിത്. അപ്പം ഒരുവിധം സേഫാണെന്ന് നമുക്ക് തോന്നിയുകൊണ്ട് നമ്മളവിടെ ഇറങ്ങിയതിന് ശേഷം ആദ്യം ഇറങ്ങാൻ എല്ലാവർക്കും ഒരു മടി ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് സംഭവം, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഒന്നും അറിയില്ല, ആഴത്തുണ്ട് ഒന്നും അറിയില്ല. പിന്നീട് നമ്മൾ ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. എല്ലാവർക്കും ആദ്യം മേത്തേക്കൊന്ന് വെള്ളമാക്കാൻ നല്ല മടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒട്ടുക്കത്തെ തണുപ്പുള്ള വെള്ളമായിരുന്നു. പിന്നെ ഒരു കണക്കിന് അങ്ങോട്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ഇറങ്ങി. തണുപ്പ് എന്ന് പറഞ്ഞാൽ മാരക തണുപ്പായിരുന്നു വെള്ളം. ആദ്യം ഒരു 5 മിനിറ്റ് നല്ല സീനായിരുന്നു, പിന്നീട് അത് ശീലമായിപ്പോയി. അങ്ങനെ പിന്നെ കുറേ നേരം വെള്ളത്തിൽ ഓരോ പരിപാടികൾ കാണിച്ച് പിന്നെ ഞങ്ങൾ കുറേ കാലമായി ഇങ്ങനത്തെ പുഴ പരിപാടിയൊക്കെ ഇറങ്ങിയിട്ട്. അത് കാരണം നല്ല രസമുണ്ടായിരുന്നു. കുറേ ദിവസം ഇട്ട് കുളിച്ചു എന്ന് പറയുന്ന പോലെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ആരും ഇല്ലാത്തത് കാരണം അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. 3, 2, 1. അങ്ങനെ പിന്നെയും നമ്മൾ ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. നമുക്കിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പോണ വഴിയിൽ ഒരു ബീച്ചും കൂടി ഉണ്ട് ഹാമിൽട്ടൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു ബീച്ചിൽ പോയതാണ് അടുത്ത ബീച്ചിൽ മിക്കവാറും ഇറക്കൊന്നും ഉണ്ടാവില്ല. അടുത്ത ബീച്ച് ഏതാണ്ട് ഒരു 50-60 കിലോമീറ്റർ അപ്പുറം തന്നെയാണ്. അപ്പോൾ നമ്മൾ പോണ റൂട്ടിൽ തന്നെയാണ്. നമുക്ക് ഏതാണ്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും വീടെത്തിയാൽ മതി. കാരണം എന്താ വെച്ചാൽ നമുക്ക് 10 മണിക്കാണ് ഈ വണ്ടി റെൻറ്റിനെടുത്ത വണ്ടിയാണ്. അത് ഞാൻ പറയാൻ പറഞ്ഞു, റെൻറ്റിനെടുത്ത വണ്ടിയാണ്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ടത് 10 മണിക്കാണ്. നമ്മൾ റെൻറ്റിനെടുക്കുമ്പോൾ അത് ഏതാണ്ട് ഒരു $146 ആയത്. 7 സീറ്റർ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയൊരു എമൗണ്ട് ആയത്. 5 സീറ്ററൊക്കെ ആണെങ്കിൽ ഒരു $50 പേരിനൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ 6 പേരുള്ള കാരണം 7 സീറ്റർ തന്നെ വേണം. അപ്പോൾ നമ്മൾ അടുത്ത ബീച്ചിലെത്തി. ഹാമിൽട്ടൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചാണ്. അവിടെ എത്തി. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് അവിടെ കുറേ വൈറ്റ്സും കാവരൊക്കെ വന്നിട്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരു ബീച്ച് മാത്രമാണ്. ഇവിടെ ആരും അങ്ങനെ ഇറങ്ങുന്നതൊന്നും കണ്ടില്ല. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലൈഫ് ഗാർഡോ കാര്യങ്ങളൊന്നുമില്ല, എൻ്റർ അറ്റ് യുവർ ഓൺ റിസ്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ ഒരുപാട് അപ്പുറത്തിറങ്ങി നല്ലോണം വെള്ളത്തിലിരുന്ന കാരണം ഇവിടെ ഇറങ്ങാനുള്ളൊരു മൈൻഡ് പോലും വന്നില്ല. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സാൻഡ്വിച്ചും കൂടി ഉണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും. അപ്പോൾ ഒരു സാൻഡ്വിച്ചും അതുപോലെ തന്നെ ബ്രെഡും ജാമും എല്ലാം കഴിച്ച് ഈ ഒരു ബീച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വൈറ്റ്സൊക്കെ വന്നിട്ട് അവർ ഓരോ ഗെയിംസും വോളിബോളും അതുപോലെ തന്നെ ഒരുപാട് അങ്ങനത്തെ വെറൈറ്റി ഓഫ് ഗെയിംസ് കളിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ആരും അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ഒരു മൂഡിൽ വന്ന് നിൽക്കുന്ന ആരുമല്ല. എന്നാലും ഇറങ്ങുന്നുണ്ട് ആൾക്കാരൊക്കെ. പിന്നെ നമ്മൾ മടുത്ത കാരണം ഇറങ്ങിയില്ല. പിന്നെ അത് കഴിഞ്ഞു ആ ബീച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര ഓർഡറാണ്. ഏതാണ്ട് വീണ്ടും ഒരു 60-70 കിലോമീറ്റർ വീട്ടിലേക്കുണ്ടായിരുന്നു. വീട്ടിലേക്ക് പിന്നെ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പോകുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പതുക്കെ പോകാൻ പറ്റിയുള്ളൂ. അതുപോലെ തന്നെ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് നമ്മളൊരു 6 മണി 6:30 7 മണിക്കൊക്കെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല എല്ലാവരും നല്ല ടയർഡാണ്. കാരണം നമ്മൾ ഇന്നലെ 2 മണിക്ക് ഇറങ്ങിയതാണ്, പുലർച്ചെ 2 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏതാണ്ട് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുറേ നേരമായി അങ്ങനെ ചായയും പരിപ്പോടെയും കഴിക്കാൻ നയഗ്ര ഫോൾസിൽ പോയി ഞങ്ങൾ വീടെത്തി. അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് എത്തിയിരിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് 332 പാർക്ക് വേയിൽ. അപ്പോൾ ബൈ.